ആകാശ് ഇവിടെ പുറത്തെന്ത് ചെയ്യാ? മാഡം അത് പിന്നെ ഞാൻ യൂണിഫോം ഇട്ട് വരാത്തോണ്ട് പ്രിൻസിപ്പൽ സാർ എന്നെ പുറത്താക്കിയതാ. എന്താ ഇടാതെ വന്നേ? അത് പിന്നെ എന്തായാലും ഇനി 1 മാസത്തിനുള്ളിൽ സ്കൂൾ യൂണിഫോം മാറ്റാൻ പോവാ. അതുവരെ ഇങ്ങനെ ഇട്ടോണ്ട് വരാലോ. നീ കാഷ്വൽ ഡ്രസ് ഇടുന്നതിനേക്കാളും സ്കൂൾ യൂണിഫോമിലാ കാണാൻ നല്ലത് ആകാശ്. ഒന്ന് ശരിക്കും ആലോചിച്ചപ്പോ മാഡം പറഞ്ഞതൊക്കെ കറക്റ്റാണെന്ന് തോന്നുന്നു. അന്ന് പറഞ്ഞ ആ വാക്കുകളാണ് എൻ്റെ ഉള്ളിലുള്ള ആകാശിനെ കൊന്നിട്ട് ബിറ്റുവായി മാറിയത്. ഈ ലോകത്തുനിന്ന്, പ്രത്യേകിച്ച് ഇവിടുത്തെ മനുഷ്യരുടെ അടുത്ത് നിന്ന് ഞാനിങ്ങ് ദൂരെ അകന്നു വന്നു. റോസി മാഡം പറഞ്ഞ ആ വാക്കുകൾ, ലൈഫിനെ പറ്റി പറഞ്ഞ ആ ഫിലോസഫി, ആ ദിവസം തൊട്ട് ദേ ഇന്ന് വരെ എന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ സഹായിച്ചു. പക്ഷേ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാലും ഈ വയസ്സിക്ക് എൻ്റെ അടുത്ത് വന്ന് വേണമായിരുന്നു മരിക്കാൻ. കോപ്പ് എല്ലാം എൻ്റെ തെറ്റാ. മരിക്കാൻ പോകുന്നവളുടെ ചെവിയിലേക്ക് ഞാൻ വേദം ഓതിയില്ലേ. നീ എന്തിനാ അവിടെ കുഴി തോണ്ടുന്നത്? കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? കാട്ടരുമ കിടക്കുന്ന പോലെ കിടക്കുന്നത്. എനിക്ക് ഒന്ന് കണ്ണു തുറന്നേ. ഒരു പ്രാവശ്യം കണ്ണു തുറന്ന് നോക്കിക്കേ. എന്താ ചെയ്യാ? എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. എനിക്ക് ഓരോന്നൊക്കെ വന്നോളും. കോപ്പ എന്തോന്നായി നോക്കുന്നേ? ഒന്ന് പോടോ. ആ പിന്നെ വല്ലിപ്പോ മയിര് ഒന്നും മിണ്ടിയേക്കരുത്. ആ പോ.